നമസ്കാരം. ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ കുട്ടികൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈയിടെ തന്നെ യു പിയിലെ ഫൈസാബാദിൽ നിന്ന് കേട്ട ഒരു ആത്മഹത്യയുണ്ട്. നിഷിക, അതേപോലെ തന്നെ പ്രാചി, പക്കി എന്ന് പറഞ്ഞ 3 ചെറിയ കുട്ടികൾ, 10-13 വയസ്സുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ഇതിന് കാരണം തേടി പോകുന്ന സമയത്ത് അത് കൊറിയൻ കൾച്ചറുമായിട്ട്, പ്രത്യേകിച്ച് കെ പോപ്പ്, കെ ഡ്രാമ, കെ ഫുഡ് പോലുള്ള കൊറിയൻ കൾച്ചറുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യ മൊത്തത്തിലെടുക്കുമ്പോഴും സവിശേഷമായിട്ട് നമ്മളെ കേരളത്തെ വെച്ച് നോക്കുമ്പോഴും ഈ കൊറോണ കാലത്തിന് ശേഷം നമ്മുടെ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ കൂടുതലായിട്ടും ഈ കെ കൾച്ചറുമായിട്ട് വല്ലാതെ അങ്ങ് ഇണങ്ങി ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ളത് അഭിരാമിയാണ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. മാത്രമല്ല, സ്വകാര്യ സംഭാഷണത്തിൽ അഭിരാമി പറഞ്ഞിട്ടുള്ളത് ആ പ്രായത്തിൽ അല്ലെങ്കിൽ കൊറോണ സമയത്ത് ഒരുപാട് കെ ഡ്രാമകളൊക്കെ കണ്ടുവന്നാണ്, പ്രത്യേകിച്ച് BTSൻ്റെ ആരാധികയായിരുന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഡിജിറ്റൽ വേൾഡ് നമ്മളെല്ലാ കാലഘട്ടത്തിലും നമുക്ക് സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പുറത്ത് കളിച്ചുകൊണ്ടിരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ സിനിമ കണ്ടുകൊണ്ടിരുന്നതായിരിക്കും. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ആ ഒരു കാലഘട്ടത്തിൽ ആളുകൾ അതിനെ വലിയ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് നമ്മളുടെ ജീവിതത്തിനെയും നമ്മളുടെ ഒരു പേഴ്സണൽ ലൈഫിനെയും എല്ലാം തകിടം മറിക്കുന്നു ഒരു പോയിന്റ് ഓഫ് വ്യൂവിൻ്റെ ഭാഗമായിട്ടായിരിക്കും ആളുകൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നത്. ഒരു കെ കൾച്ചറിൻ്റെ ഒരു കാര്യം അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും കൂടുന്ന സമയത്ത് അതിനുണ്ടാവുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കുന്ന പോലെ. എന്തുകൊണ്ടായിരിക്കാം ഈ കൾച്ചർ, അതായത് കൊറിയക്കാരുടെ ഫുഡ്, അല്ല അവരുടെ പോപ്പ് സംഗീതം, അവരുടെ ഡ്രാമകൾ, അവരുടെ സീരിയലുകൾ, അവരുടെ വേഷവിധാനങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് ഇത്രയും പെട്ടെന്ന് അങ്ങോട്ട് കുട്ടികളെ ആകർഷിക്കാനുള്ള കാരണം എന്തായിരിക്കും? എല്ലാ കാര്യത്തിനെ പറ്റിയിട്ടും അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് മലയാളികൾക്ക് കുറച്ചധികം ഉള്ളതാണ്. നമ്മളിപ്പം വേറെ ഏത് കൾച്ചറിൽ നടക്കുന്ന കാര്യങ്ങളും വേണമെങ്കിൽ നമ്മളുടേതാക്കി മാറ്റാൻ, ഇപ്പോൾ നമുക്കറിയാം ഹൽദി, അങ്ങനെ എല്ലാം പുറത്ത് നടക്കുന്ന എന്ത് കാര്യത്തിനും നമ്മളുടേതായിട്ടൊരു ഇൻക്ലൂസിവിറ്റി നമുക്ക് കൂടുതലാണ്. നമ്മുടെ ഒരു കൾച്ചറിലേക്ക് എല്ലാ കാര്യത്തിനെയും ഒന്ന് എടുക്കാനുള്ള. അപ്പം ഒരു കൊറോണയ്ക്ക് ശേഷം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഒറ്റയ്ക്കായിപ്പോയി, അല്ലെങ്കിൽ ഇപ്പം പാരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ആർക്കും ഒന്നും ചെയ്യാനില്ല. അപ്പം എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന സമയത്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞാലും സമയം ബാക്കിയാണ്. അപ്പം ഈ ഒരു കാര്യത്തിൻ്റെ മുകളിൽ നിന്നപ്പോഴാണ് ഈ കെ ഡ്രാമാസൊക്കെ ഏതോ കാലം മുതൽ വരുന്നൊരു സാധനമാണ്. പക്ഷെ കേരളത്തിൽ നമ്മളുടെ അടുത്തേക്ക് അത് അത്രത്തോളം എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിന് ശേഷം കുട്ടികൾ പതിയെ ഓരോ ആളുകളായിട്ട് കൂടുതലായിട്ട് സിനിമകൾ കാണാൻ തുടങ്ങി. സിനിമകൾ കണ്ട് പുതിയ സിനിമകൾ, പുതിയ ലാംഗ്വേജുകൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഈ കൊറിയയിലുള്ള ത്രില്ലർ സിനിമകൾക്കൊക്കെ ഭയങ്കര ഫാൻ ബേസ് ഉണ്ടായിരുന്നു. അന്ന് ഈ റൊമാൻറ്റിക് ഫിലിംസിനും അല്ലെങ്കിൽ ഈ കെ പോപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് എത്രത്തോളം ഫാൻ ബേസ് ഉണ്ടായിരുന്നു എന്നറിയില്ല. പക്ഷേ ത്രില്ലർ സിനിമകൾക്ക് എല്ലാ കാലഘട്ടത്തിലും ഫാൻ ബേസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് കൊറോണയ്ക്ക് ശേഷമായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ ഗ്രൂപ്പുകൾ രൂപപ്പെടുന്നു. കെ പോപ്പ് ആണെങ്കിലും വലിയ രീതിയിൽ തന്നെ പാട്ട് എന്നുള്ളൊരു രീതിയിൽ BTS ആണെങ്കിലും ഇപ്പോൾ ബ്ലാക്ക് പിങ്ക് ആണെങ്കിലും അങ്ങനെ അതാണ് ഏറ്റവും കൂടുതലായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും കൂടി വരുന്നതോട് കൂടിയിട്ട് ഇതിൽ വളരെ കുറച്ച് എപ്പിസോഡുകളേ ഉള്ളൂ. അപ്പോൾ ഈ വലിയൊരു മെഗാ സീരിയൽ കാണുന്ന ഒരു സാധനം കുട്ടികൾക്കില്ല. കുട്ടികൾക്കാണെങ്കിലും പാരൻസ് അധികം കാണുന്നുണ്ടാവില്ല. പക്ഷെ വലിയ കുട്ടികളാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും അവർക്കിത് കുറച്ചുകൂടി ഒരു വിനോദോപാധിയായിട്ട് മാറി. അതായത് പെട്ടെന്ന് കണ്ടു തീർക്കാം. അപ്പം നേരത്തെ പറഞ്ഞു എൻ്റെ ഒരു കാര്യമൊക്കെ ആണെങ്കിലും കൊറോണയ്ക്കൊക്കെ നമ്മളിത് ബിഞ്ച് വാച്ച് ചെയ്തിരുന്നു. അതായത് ഇപ്പോൾ 16 എപ്പിസോഡാണെങ്കിൽ ഒറ്റയടിക്ക് ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, 16 എപ്പിസോഡും കണ്ടു തീർക്കും. കാരണം ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് കുറച്ചുകൂടി ട്വിസ്റ്റ് നല്ല രീതിയിൽ, അതായത് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാടില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കുന്നത് അടുത്ത എപ്പിസോഡിലേക്കുള്ള ക്യൂരിയോസിറ്റി നിറച്ചുകൊണ്ടായിരിക്കും. അടുത്ത എപ്പിസോഡും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ചിലപ്പം പറ്റാത്ത രീതിയിലുള്ള ഒരു സാധനമായിട്ടായിരിക്കും എൻഡ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പം ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായിരുന്നു ഒരു സമയത്ത് ഭയങ്കര ബേസ്. അപ്പം ഈ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു ചെറുക്കൻ ഈ കുട്ടി ആക്സെപ്റ്റ്, അപ്പോൾ ഈ കുട്ടി മുമ്പത്തെ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിട്ടുള്ളൊരു കുട്ടിയായിരിക്കും. അവളെയാണ് കൂടുതലായിട്ട് ഇതിലുള്ളത്. CEO, പാവപ്പെട്ട പെൺകുട്ടി, ഇവരും തമ്മിൽ പ്രേമത്തിലാകുന്നു, അല്ലെങ്കിൽ പണക്കാരിയായ പെൺകുട്ടി പാവപ്പെട്ട ചെറുക്കനുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്നുണ്ട്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഫാൻറ്റസി ഉണ്ടാവും എല്ലാ മനുഷ്യന്മാർക്കും. നമ്മളുടെ ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നുള്ളതാണല്ലോ എല്ലാ മനുഷ്യൻ്റെയും ഒരു ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. അപ്പം നമ്മളെല്ലാവരും ചിലപ്പോൾ ആലോചിക്കുന്ന, നോക്കി നമ്മളുടെ ജീവിതം എന്തെങ്കിലും ഒരിക്കലും ഇങ്ങനെയൊക്കെ ആവുമായിരിക്കും.
നമ്മളുടെ ജീവിതത്തിലേക്കും ഇതുപോലെ നമ്മളെയൊക്കെ അടിപൊളിയായിട്ട് നോക്കുന്നത്. അപ്പം ഇതിൽ കാണിക്കുമ്പോൾ ഒരു ഭയങ്കര മാതൃകാപരമായിട്ടുള്ള ഒരു പുരുഷ കഥാപാത്രങ്ങളെയാണ് കൂടുതലായിട്ടും കാണിക്കുക. നമ്മളുടെ ഒരു കേരളത്തിൻ്റെ ഒരു കൾച്ചർ വെച്ചിട്ട് അത് എത്രത്തോളം അവരുടെ ഒരു പ്രണയം, ജീവിത രീതി, സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഒരു കൾച്ചറായിട്ട് ഡിഫറെൻ്റ് ആണ്. കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട് അവിടെ പെൺകുട്ടികൾക്കും തോന്നുന്നു. അതിൽ മറ്റൊരു സംഗതി എന്താ വെച്ചിട്ടുണ്ട്, ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ പിന്നെ കുട്ടികൾ ആത്മഹത്യ ചെയ്ത സംഗതി, അതേപോലെ തന്നെ 2024 തോന്നുന്നുണ്ട് തമിഴ്നാട്ടിലെ കാരൂരിൽ കുറച്ച് കുട്ടികൾ പിന്നെ അവരുടെ ആരാധനാ പാത്രങ്ങളായ ആളുകളെ കാണാൻ വേണ്ടി സോളിലേക്ക് ബോട്ടിൽ കയറി യാത്ര ചെയ്യുന്നു പറഞ്ഞ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഫിക്ഷനാണ്, റിയൽ അല്ല എന്ന് അറിഞ്ഞിരിക്കെ തന്നെ, അല്ലെങ്കിൽ അതായിരിക്കെ തന്നെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഈ റിയാലിറ്റി മനസ്സിലാക്കാതെ ഇത്രയും അങ്ങോട്ട് പോകുന്നത്? ചേർത്ത് പറയാനുള്ളത്, നമ്മളിപ്പോൾ കേരളത്തിലും ഇതേപോലെ ഫാൻഡം ഒക്കെ ഉണ്ട്. നമ്മുടെ പണ്ട് കാലത്ത് ഇവിടെയും സിനിമാക്കാരൊക്കെ ആരാധിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ആ അർത്ഥത്തിലുള്ള ഒരു ആരാധന മൂത്ത് ഈ തരത്തിലേക്ക് അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് ചെയ്യുന്നൊരു സംഭവമല്ല. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുണ്ടാവുക? ഈ കാര്യം ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. അതായത് നമുക്കിത് അഡിക്ഷനായി മാറുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം ഇടയ്ക്കൊരു രസത്തിന് നമ്മൾ ഒരു ടെൻഷനൊക്കെ വരുമ്പോഴോ, അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മളൊരു ചിലപ്പോൾ ഒരു മദ്യം കുടിക്കുന്ന പോലെയല്ല, നമ്മൾ അത് വല്ലാണ്ട് അഡിക്റ്റ് ആയി കഴിയുമ്പോൾ നമുക്കത് ഒഴിവാക്കിയിട്ടുള്ള ഒരു ജീവിതം ഇല്ല. വിത്ഡ്രോവൽ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും, നമ്മൾ വിറയ്ക്കാൻ തുടങ്ങും, നമ്മൾ ദേഷ്യപ്പെടാൻ തുടങ്ങും, നമുക്ക് അത് ഇല്ലാണ്ട് പറ്റില്ല. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതൊരു റിയാലിറ്റി അല്ലെങ്കിൽ ഒരു ഫിക്ഷൻ, ഇത് രണ്ടും തമ്മിൽ ഭയങ്കര ചെറിയൊരു രേഖേൻ്റെ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ ഇപ്പം ഇതൊരു പാരൻറ്റിങ്ങിൻ്റെയും കൂടി കാര്യം അവിടെ വരുന്നുണ്ട്. നമ്മളെ കുട്ടികൾക്ക് എത്രത്തോളം റിയൽ വേൾഡ് എന്താണ്, അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി വേൾഡ് എന്താണ്, കഥ എന്താണ്, ഫിക്ഷൻ എന്താണ്, മിത്ത് എന്താണ്, റിയാലിറ്റി എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതിൽ പുതിയ കാലത്തെ പാരൻസിന് എത്രത്തോളം പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അതായത് ഒരു കാലഘട്ടത്തിൽ നമുക്ക് പുറത്തിറങ്ങിയിട്ട് കുറച്ച് കളിക്കാനുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്കൊരു സോഷ്യൽ ലൈഫ് എത്രത്തോളം കിട്ടുന്നുണ്ട്, അവരവരുടേതായിട്ടുള്ള വീടുകളിൽ കുറച്ചും കൂടി അവരുടേതായിട്ട് ഒതുങ്ങിപ്പോകണം. ഒരു സെൽഫ് സെൻട്രിക് ആയിട്ട് നമ്മളുടെ വീട്, നമ്മളുടെ കുടുംബം, പാരൻസും അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത്. എൻ്റെ കുട്ടി, എൻ്റെ മാർക്ക്, എൻ്റെ കുട്ടിയുടെ മാർക്ക്, എൻ്റെ വീട്, എൻ്റെ പൈസ. അപ്പം അങ്ങനെ ഒരു രീതിയിലേക്ക് കുട്ടികളും പാരൻസും ഒക്കെ മാറുമ്പം ഇവർക്ക് ഈ ഒരു റിയൽ വേൾഡ്, ഫാൻറ്റസി എന്ന് പറയുന്നത് വേർതിരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കൂടുതൽ കാണുന്ന സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയും നമ്മൾ. അതായത് ഇപ്പം വയലൻസ് മൂവികളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ കൂടുതൽ എടുത്തു പറയുന്ന ഒരു സാധനം, അതായത് ഇപ്പം നമ്മൾ കുറേ അധികം വയലൻസ് മൂവീസ് കാണുകയാണ്, വയലൻസ് സീൻസ് കാണുകയാണ്, കുറേ ഗെയിംസ് കളിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ വെട്ടിക്കൊന്നാലാണ് ഗോൾഡ് കോയിൻ കിട്ടുക, ഇവർ ഇടിച്ച് നിരത്തിയാലാണ് നമുക്ക് അടുത്ത ലെവലിലേക്ക് ചാടാൻ പറ്റുക. അപ്പം ഇതൊരു ലെവലിലും കൂടുതൽ കുട്ടികൾ കളിക്കുമ്പം അവർ ഡീസെൻസിറ്റൈസ് ആയി പോകും. അതായത് അവർക്ക് ഇതിൻ്റെ ഒരു തോതുണ്ടല്ലോ, ആദ്യം കാണുമ്പോൾ ഒരു ഭീകരത. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു പ്രേതപ്പടം കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നെട്ടൽ, ഒരു 4-5 പ്രേതപ്പടം കണ്ടാൽ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും. യെസ്, അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ആ റിയാലിറ്റിയായിട്ട് പിന്നെ ഇതൊരു റിയാലിറ്റി ആണോ, ഫാൻറ്റസി ആണോ എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയും വരുന്നില്ല. നമ്മൾ അതുമായിട്ട് കുറച്ചും കൂടി അഡാപ്റ്റഡ് ആണ്. മാത്രമല്ല നമ്മൾ അതുമായിട്ട് കംഫർട്ടബിൾ ആയി മാറുകയാണ്. ഇത് കാണുന്നത് ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു സാധനത്തിലേക്ക്. അപ്പം ഇത് കൃത്യമായിട്ട് ഈ ബിഞ്ച് വാച്ചിങ് ഞാൻ നേരത്തെ അതിനെ പറഞ്ഞത്. അപ്പം നിർത്താണ്ട് കാണുന്ന ഒരു സമയത്ത് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ ഫാൻറ്റസി വരുന്നുണ്ട്, ഇങ്ങനെ ആകുമായിരിക്കുന്നു വരുന്നുണ്ട്, എസ്കേപ്പിസം വരുന്നുണ്ട്. അതായത് ഇപ്പം നമ്മളുടെ ഒരു റിയൽ ലൈഫിൽ നമ്മൾ ഒരുപാട് ടെൻഷൻസ് അനുഭവിക്കുന്നവരാ. ജോലി, നമ്മളുടെ റിലേഷൻഷിപ്പുകൾ, വീട്, സൊസൈറ്റി, എന്തൊക്കെ പൈസ, അങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന കുറേ അധികം ടെൻഷൻ ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ളൊരു മെത്തേഡും കൂടിയാണ് കുറേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മളൊക്കെ സിനിമ കാണാൻ പോണത്, അല്ലെങ്കിൽ പുറത്തു പോകണത് ഒക്കെ അതാണ്. അപ്പം അതും കൂടി ഇതിൻ്റെ കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആളുകൾ ഇത് സ്വീകരിക്കുന്നത് ഉണ്ടാകുമായിരിക്കും. അഭിരാമിയെ കേൾക്കുന്ന രക്ഷിതാക്കൾക്ക് ഒരു പക്ഷേ ഒരു സംശയമായിട്ടുണ്ടാവും. നമ്മൾ സാധാരണ ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ഇത്തരം സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ഗാഡ്ഗറ്റ്സിനും അഡിക്റ്റ് ആയിട്ടുണ്ടാവും. കുട്ടികൾ വായിക്കായിരിക്കും എന്നൊക്കെ അറിയാം. മാത്രമല്ല നമ്മൾ പല കഥകളും ഇങ്ങനെ കേൾക്കുന്നു. സ്വന്തം വീട്ടിലെ കുട്ടികളാണെങ്കിൽ റൂം അടച്ചിട്ടിരിക്കുന്നു, അവർ കൂടുതൽ സമയം ഇത്തരം ഗാഡ്ഗറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഒക്കെ പറയുമ്പോഴും പിന്നീട് എപ്പോഴും ആയിരിക്കും ഇവർ ഏതെങ്കിലും തരത്തിൽ വയലൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ പറയുന്നത് കേൾക്കാതിരിക്കുന്നൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവാം. അപ്പോൾ രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്നൊരു സംശയം, ഇതിനൊരു പ്രാഥമിക ലക്ഷണം എങ്ങനെയാണ് കണ്ടു തുടങ്ങുക? നമ്മൾ അങ്ങനെ ഒരു പ്രാഥമിക ലക്ഷണം കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലാണ് അതിനോട് പ്രതികരിക്കേണ്ടത്, റെസ്പോണ്ട് ചെയ്യേണ്ടതൊരു സംശയം ഉണ്ടാവും. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നമുക്ക് നമ്മളെ കുട്ടികൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റും തോന്നുന്നില്ല. കാരണം അവർ ജനിച്ച് വീഴുന്നത് ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക്. അപ്പം നമ്മൾ പറയുക എന്താ വെച്ച് കഴിഞ്ഞാൽ
അവരൊരു ഡിജിറ്റൽ നേറ്റീവ്സ് ആണ്, നമ്മളൊരു ഡിജിറ്റൽ മൈഗ്രൻസ് ആണ്. ഞാനല്ല, കുറച്ച് നമ്മൾക്ക് ഇപ്പം എൻ്റെ ഒരു അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്ന ഒരു ഡിജിറ്റൽ മൈഗ്രൻസ്, അതായത് അവർ ആ ഒരു വേൾഡിലേക്ക് കുടിയേറി പാർത്തവരാ. സ്വാഭാവികമായിട്ടും ഇപ്പം സാറിൻ്റെ ജീവിക്കുന്ന ഒരു സ്ഥലത്ത്, ഇപ്പം ഇവിടെ മാവൂരാണെങ്കിൽ സാർ ജീവിക്കുന്ന ഈ മാവൂരിലേക്ക് ഞാൻ പെരുമണ്ണയിൽ നിന്ന് വരികയാണ്. പക്ഷെ ഞാൻ പറയുകയാണ്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ നാട്, ഇത് അടിപൊളിയായിട്ട് കുറച്ചുകൂടി പോവാലോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള സാറിന് എന്നോട് തോന്നും, എന്തൊക്കെയായി പെണ്ണ് പറയുന്നത്, ഇങ്ങനെയാണോ പറയേണ്ടത്, ഇത് എൻ്റെ നാടല്ലേ എന്നുള്ളൊരു സാധനം വരും. ഇത് തന്നെയാണ് കുട്ടികൾക്ക് പാരൻസിനോട് തോന്നുന്ന ഒരു സെയിം വികാരം. അതായത് ഡിജിറ്റൽ നേറ്റീവ്സ് ആയിട്ടുള്ള കുട്ടികളോട് ഡിജിറ്റൽ മൈഗ്രൻസ് ആയിട്ടുള്ള പാരൻസ് പറയുകയാണ്, എന്താണ് ഇത് കാണുന്നത്, ഇത് കാണുന്നതുകൊണ്ടാണ് പനി വരുന്നത്, ഇത് കാണുന്നതുകൊണ്ടാണ് ജലദോഷം വരുന്നത്, ഇതൊന്നും കാണരുത് എന്ന് പറയുന്നത് കുട്ടികൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കില്ല. കാരണം അവരുടെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ അവർ ജീവിക്കുന്നത് എന്ന് പറയുന്നത് ഈ വേൾഡിലാണ്. അവരുടെ ഫ്രണ്ട്സ്, അവരുടെ കാര്യങ്ങൾ, ഇപ്പോൾ ഫോമോ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഭയങ്കര വലുതായിട്ട് വരുന്നുണ്ട്. അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. കുട്ടികൾക്ക് അവരുൾപ്പെടുന്ന ഗ്രൂപ്പിൽ നിന്നും ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വരുന്ന ഇൻഫർമേഷൻ സെറ്റും മിസ്സായി പോയി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നും ഔട്ടായി പോകുമോ എന്നുള്ള പേടി കുട്ടികളെയൊക്കെ അലട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വലിയൊരു പ്രശ്നത്തിലൂടെ കുട്ടികൾ കടന്നു പോകുമ്പോൾ അവരൊരിക്കലും ഫോൺ മാറ്റി വെച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു സോഷ്യൽ മീഡിയ മാറ്റി വെച്ചിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്, നടക്കുന്ന കാര്യമല്ല, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ഡയറ്റ് കുട്ടികളെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി, കുട്ടികൾ നമ്മൾ വല്ലാണ്ട് പറയുന്നുണ്ട് അഡിക്റ്റഡ് ആണ് എന്നുള്ളത്. എത്രത്തോളം പാരൻസ് ഫോണിനോട് അഡിക്റ്റഡ് ആണെന്ന് ചിന്തിച്ചാൽ ഇപ്പോൾ ഓഫീസൊക്കെ വിട്ട് വരുന്ന കുട്ടികളുടെ കൂടെ എത്രത്തോളം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ ആൾക്കാർക്ക് പറ്റുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്തൊക്കെ കൗൺസിലിങ്ങിന് മുമ്പ് ആളുകൾ ഒരു സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പം സമയം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്ക്യൂസാണ്. സമയമൊക്കെ നമ്മൾ എല്ലാ കാര്യത്തിനും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ക്വാണ്ടിറ്റി ഓഫ് ടൈമിനേക്കാളും കൂടുതൽ ഇപ്പം നമുക്ക് കുട്ടികൾക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ കൊടുക്കാൻ പറ്റുന്നില്ല. എന്നാലും ക്വാളിറ്റി ഓഫ് ടൈം നമ്മൾ കൊടുക്കുന്ന അരമണിക്കൂർ എത്രത്തോളം ക്വാളിറ്റി വൈസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, അതിനെപ്പറ്റി മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. പിന്നെ ഫോൺ യൂസ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ജനിച്ച് വീഴുന്ന ഒരു കുട്ടിക്ക് ഫോൺ എന്താണ്, സൊസൈറ്റി എന്താണ്, ഇതെന്താണ്, മറ്റേതെന്താണ്, ഇതിനെ പറ്റിയൊന്നും അറിയില്ല. അവൻ വളർന്നു വരുന്നതിനോടൊപ്പം ഒരു ഒബ്സർവേഷണൽ ലേണിങ്, മോഡലിംഗ് എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ് കുട്ടി ഇത് മുതിർന്നവർ ചെയ്യുന്നത് കാണുന്നു, കുട്ടി പഠിക്കുന്നു. അങ്ങനെ അങ്ങനെ കുട്ടി ആർജിച്ചെടുക്കുന്നത് കുറേ കഴിവുകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതൊന്നുമല്ല, ഒബ്സർവ് ചെയ്ത് പഠിക്കുന്ന കുറേ കാര്യമുണ്ട്. ഇവൻ വളർന്നു വരുമ്പം നിരന്തരമായിട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മേനെയും അച്ഛനെയും കാണുന്നു. അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ലാത്ത ആളുകളെ അവനൊന്ന് ചെറുതായിട്ടൊന്ന് അടങ്ങാതിരിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഒരു 2 മിനിറ്റ് അടങ്ങിയിരിക്കുന്നു പറഞ്ഞാൽ നമ്മൾ അവൻ എന്ത് ചെയ്യും, ഫോൺ കൊടുക്കും. അപ്പം അവൻ എന്ത് കാണുന്നു എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യില്ല. എൻ്റെ അടുത്ത് പല പാരൻസ് അത് പറഞ്ഞിട്ടുണ്ട്. അതായത് കുട്ടിക്ക് ഫോണൊക്കെ കൊടുത്തിട്ട് ഇത് വന്ന് കഴിയുന്ന സമയത്ത് പിന്നെ ഒരു ലെവലിലെത്തി കുട്ടി വർത്തമാനമൊന്നും പറയാതിരിക്കുമ്പോഴാണ് പാരൻസ് റിയലൈസ് ചെയ്യുന്നത്, ഞങ്ങൾ അന്ന് ചെയ്ത ഇത്ര വലിയ അബദ്ധമായിരുന്നു, 2-3 വയസ്സിൽ ഫോൺ കൊടുക്കരുതായിരുന്നു. അപ്പം ആ സമയത്ത് തന്നെ കുട്ടീനോട് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് അവൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു മൈൽ സ്റ്റോൺസ് ക്ലിയർ ആക്കുന്നവരെ കുട്ടിക്ക് അത് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നൊരു മിനിമം മര്യാദ അത് പാരൻസ് കാണിക്കണം. അപ്പം അത് ചെയ്യാതെ ഒരു ഘട്ടത്തിലെത്തിയിട്ട് കുട്ടി ഫോണിന് അഡിക്റ്റ് ആയെന്ന് പറയുമ്പോൾ അത് എനിക്ക് ചിരിയാ വരാറ് സാധാരണ. കാരണം പറയുന്നതിൽ ഒരു ലോജിക്കലി ഒരു റീസൺ ഇല്ല. കാരണം അഭിരാമി പറഞ്ഞു വന്നത് വളരെ കാര്യമാണ്. കാരണം രക്ഷിതാക്കൾ തന്നെയാണ് കുട്ടികളെ ഈ ഒരു അഡിക്ഷനിലേക്ക് കൊണ്ടെത്തിച്ചത്. പക്ഷെ അങ്ങനെ എത്തിക്കഴിഞ്ഞു, ഇപ്പം കുട്ടികൾക്ക് 16-17 വയസ്സായി, +2 ഒക്കെ പ്രായം എത്തിക്കഴിഞ്ഞ സമയത്ത് ഒരു കുട്ടി ഇത്തരം കാര്യങ്ങളിൽ അഡിക്റ്റായി എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ ചോദിച്ചത്. അവൻ പുറത്തുള്ള വേൾഡുമായിട്ട് അവനൊട്ടും ബന്ധം ഉണ്ടായിരിക്കില്ലല്ലോ, ഇതിലായിരിക്കും, വിളിച്ചാൽ കേൾക്കില്ല. ഫോൺ വാങ്ങുമ്പോഴത്തേക്കും നമ്മളൊക്കെ പറയും ഒരു അരമണിക്കൂർ, ഇത് ഒഴിവാക്കാൻ നമ്മൾ ആരും പറയാറില്ല. നമ്മൾ തെറപ്പിക്കൊക്കെ പോകുന്ന സമയത്ത് ഡിജിറ്റൽ ഡയറ്റ് എടുക്കുക എന്നുള്ളതിന്റെ അർത്ഥം, ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കൺട്രോൾ ചെയ്യുക എന്നുള്ളത്, അല്ലാണ്ട് ഒഴിവാക്കുക, മൊത്തത്തിൽ ഫുഡ് ഒഴിവാക്കുക എന്നുള്ളതല്ലല്ലോ. അപ്പം നമ്മൾ അവരോട് പറയാറുള്ളത്, ഫോൺ നിങ്ങളിപ്പോൾ ഒരു 1.5 മണിക്കൂർ, ഒരു 5 മണിക്കൂർ ഫോൺ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന കുട്ടീനോട് അത് 2 മണിക്കൂർ ഉപയോഗിക്കൂ, എന്നിട്ട് വാങ്ങി വെക്കൂ എന്നാ പറയുക. പിന്നെ ഇപ്പോൾ ഒരു 1 മണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ ഉപയോഗിക്കാൻ കൊടുക്കും, അല്ലാണ്ട് ഉപയോഗിക്കരുത് എന്നുള്ളത് പറയുന്നത് പോസിബിൾ അല്ല. അപ്പം ഈ കുട്ടി ഇത് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ഇവൻ കാണിക്കാൻ സാധ്യത ഉള്ളതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചു വാങ്ങുമ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു വിത്ഡ്രോവൽ സിംറ്റംസ് എന്നൊക്കെ നമ്മൾ പറയും, അഡിക്ഷനിലാണ് ഇത് കാണിക്കുക. അത് കുട്ടി കാണിക്കാൻ തുടങ്ങും, അവൻ ദേഷ്യം കാണിക്കാൻ തുടങ്ങും, അവൻ അനുസരണക്കേട് കാണിക്കാൻ തുടങ്ങും, ചിലപ്പം ഇത് നിരന്തരമാവുന്ന സമയത്ത് ഉപദ്രവിക്കാൻ തുടങ്ങും, വീട് വിട്ടു പോകണം എന്ന് അവന് ചിലപ്പം തോന്നും. അത്തരം വാർത്തകൾ നമ്മൾ ഒരുപാട് കേട്ടതാണ്. നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്നെ അങ്ങനെ ഒരു സംഭവം വാർത്ത വന്നിട്ടുണ്ട്. ഒരു കുട്ടിയോട് ഒരു രാത്രി ഫോൺ വാങ്ങി വെച്ചു, പിറ്റേ ദിവസം കുട്ടിയെ കാണുന്നില്ല.
അപ്പം അത് ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ നമുക്ക് കുട്ടികളുടെ ആ ഒരു കാര്യത്തിൽ ആ ഒരു കൺട്രോൾ, ഒരു അഡോളസെന്റ് അല്ലെങ്കിൽ ടീനേജിലെത്തിയ കുട്ടീനെ നമുക്ക് ഒരു കൺട്രോൾ ചെയ്യാൻ പ്രയാസമായിരിക്കും. ഒരു പ്രയാസമാണ്. അവരുടെ ബ്രെയിൻ സ്ട്രക്ചർ അവയർ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. കുറച്ചും കൂടി ഒരു വയലൻസിനോട് ഒരു എന്താ പറയുക, അവർ വയലന്റ് ആകും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു പിയർ ഗ്രൂപ്പിന്റെ പ്രഷർ, അവരുടെ ഹോർമോണൽ ചേഞ്ചസ്, ഇതെല്ലാം കൂടി വരുമ്പം അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വരുമ്പം ചിലപ്പോൾ അവർ അതിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് മറ്റുള്ള ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പം. ഇപ്പം അഡൽട്ടിനെയും ചൈൽഡിനെയും ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടീനേജേഴ്സിന് അത് കൂടുതലാണ്. അവിടെയാണ് നമ്മൾ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മുടെ കുട്ടികളെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ലല്ലോ. ഒരു ഇപ്പം നമ്മൾ കൂടുതലായിട്ടും കേൾക്കുന്നത് ജെന്റിൽ പാരന്റിങ്, പോസിറ്റീവ് പാരന്റിങ്, ഡിജിറ്റൽ പാരന്റിങ് എന്നൊക്കെ പറയുന്ന സാധനമാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ പാരൻസിന് സത്യം പറഞ്ഞാൽ അറിയില്ല ഈ ഫോണിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇൻസ്റ്റഗ്രാമിനെ പറ്റി ചോദിച്ചാൽ പാരൻസിന് അറിയില്ല. പാരൻസ് ജീവിക്കുന്ന ഫേസ്ബുക്കിൻ്റെ ഉള്ളിലാണ്, അത് കുട്ടികൾക്കില്ല. യൂട്യൂബ് ഷോർട്സ് കുട്ടികൾ എന്താ കാണുന്നത് എന്നറിയില്ല. അതുപോലെ തന്നെ വേറെ എന്തൊക്കെ ഉണ്ട്, സ്നാപ്ചാറ്റിൽ എന്തൊക്കെ ചെയ്യാമെന്നറിയില്ല. കുട്ടികൾ സ്വാഭാവികമായിട്ടും ഫോണിൽ ഇൻസ്റ്റഗ്രാമിലൊന്നും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോണ്ടന്റ്സ് അല്ല വരുന്നത്. എല്ലാവരും കാണുന്നത് ഒരേ സാധനം. അപ്പം നിരന്തരമായിട്ട് കുട്ടികൾ ഇത് കാണുമ്പം പിന്നെ അൽഗോരിതം അങ്ങനെയാണല്ലോ, ഒരു വീഡിയോ അങ്ങനെ കണ്ടാൽ പിന്നെ അതുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഒരു പോൺ കണ്ടന്റ് ഉള്ള വീഡിയോ ആണ് ഒരു കുട്ടി അറിയാണ്ട് കണ്ടുപോകുന്നതെന്ന് വിചാരിക്കുക, ചിലപ്പോൾ അറിയാണ്ട് വരുന്നതായിരിക്കും ഫീഡിൽ. പിന്നെ നിരന്തരമായിട്ട് ഇവൾക്കും എന്ത് വന്നുകൊണ്ടിരിക്കും, ഈ പോൺ കോണ്ടന്റ് തന്നെ ആയിരിക്കും പിന്നെയും വന്നുകൊണ്ടിരിക്കുക. അപ്പം അത് കാണാനുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റി ഉള്ള കുട്ടികളാണ്. നമ്മൾക്ക് അവർക്ക് കൃത്യമായിട്ട് സെക്ഷൽ എഡ്യൂക്കേഷനും കാര്യം ഒന്നും കൊടുക്കുന്നില്ല. സ്വാഭാവികമായിട്ടും എന്ത് കാണും, ഇതിരുന്ന് കണ്ടുകൊണ്ടിരിക്കും. ഇതിരുന്ന് കാണുമ്പോൾ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫാൻറ്റസി ഡിഫറെൻ്റ് ആണ്. അതാണ് ചിലപ്പം നമ്മളുടെ കൂടെയുള്ള കുട്ടികളുടെ മേലെ ചിലപ്പോൾ ഒന്ന് തൊടാനും ഒന്ന് പിടിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാനും ചിലപ്പം മോശമായിട്ടുള്ള സംഭാഷണങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഉറവിടം എവിടെയാണ്? ബേസ് ഫാമിലി തന്നെയാണ്. അതായത് അവിടെ നിന്ന് ഒരു ഗൈഡ് ലൈൻ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത്. അതെങ്ങനെയാണ് കൊടുക്കുക, നമ്മളതിനെപ്പറ്റി അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു ഡിജിറ്റൽ അവെയർനെസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ലിറ്ററസി പാരൻസിന് എത്രത്തോളം ഉണ്ട്, അത് വെറുതെ ഈ ഫോണിൽ കോൾ ചെയ്യുക, വാട്സാപ്പ് നോക്കുക, ഫോട്ടോസ് അയക്കുക എന്നുള്ളതിലുപരി എന്തൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എങ്ങനെയാണ് നമ്മളുടെ കുട്ടികൾക്ക് കൃത്യമായിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുന്നതും കുളിക്കുന്നതും അല്ലെങ്കിൽ ഡ്രസ്സ് ഇടുന്നതും ബട്ടൺ ഇടുന്നതും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ലേ? അതുപോലെ നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിപ്പോൾ അഭിരാമി പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ചെയ്യുന്നുണ്ട്, പക്ഷെ ഡിജിറ്റൽ കാര്യത്തിനെ കുറിച്ചും പാരൻസിന് അത്ര അവബോധമില്ല, അവർ ലിറ്ററേറ്റ് ആയിട്ടില്ല. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരു കുട്ടിക്ക്, ഒരു കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് കാര്യങ്ങളെക്കുറിച്ച് അവയർനെസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഈ പിയർ ഗ്രൂപ്പിൻ്റെ പ്രഷറിൽ നിന്നും അതേപോലെ തന്നെ ഡിജിറ്റൽ വേൾഡിൻ്റെ പ്രഷറിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം എന്നൊരു കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയും? ഇനി അങ്ങനെ ഒരു കുട്ടിക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഇതൊന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും? ആക്ച്വലി ടീനേജിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് പിയർ ഗ്രൂപ്പിന്റെ കൂടെ അവർ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിരിക്കും എന്നുള്ളതാണ്. ഒരു പ്രായത്തിൽ വരെ കുട്ടികൾ നാച്ചുറലാണ്, ഭയങ്കര നാച്ചുറലാണ്. അത് നമുക്ക് ഞാൻ ഇതിൽ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മൾ കുട്ടികളായിട്ട് അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട്, ഐ മീൻ റിലേറ്റഡ് ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് പറയാൻ, നമ്മളുടെ പാരൻസിനൊരു സവിശേഷത ഉണ്ട്. എല്ലാ കുട്ടികളുടെയും പാരൻസ് എന്താ വിചാരിക്കുക വെച്ചാൽ എൻ്റെ കുട്ടി ഏറ്റവും ബെറ്റർ ആവണം എന്നുള്ളതായിരിക്കും. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു നോർമൽ കുട്ടികൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അവർ ചിലപ്പോൾ അടങ്ങിയിരിക്കുന്ന, എല്ലാവരും പറയുന്നത് അനുസരിക്കുന്ന, നന്നായി പഠിക്കുന്ന, നല്ല രീതിയിൽ ആളുകളോട് പെരുമാറുന്ന ഒക്കെ കുട്ടികളായിരിക്കും. നമ്മളുടെ കുട്ടി ചിലപ്പം ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും ഉള്ള ഒരു കുട്ടിയായിരിക്കില്ല. അവൻ ചിലപ്പോൾ പഠിത്തത്തിൽ അത്ര നല്ലതായിരിക്കില്ല, ആളുകളോട് ചിലപ്പം ഭയങ്കര അടിപൊളിയായിട്ട് പെരുമാറാൻ അവൻ അറിയണ്ടാവില്ല, അവന് എല്ലാ കാര്യത്തിലും ഫസ്റ്റ് പ്രൈസ് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പം നമ്മൾ ഈ കുട്ടീനെ എന്ത് ചെയ്യാണ്, ഈ നോർമൽ കാറ്റഗറിയിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. അപ്പം ഇവൻ എന്താണോ അത് ഇവന് സത്യം പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അപ്പം ഈ ഒരു ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ട് ഇത് ചെയ്യിപ്പിക്കുമ്പോൾ ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടാണ്, പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടാണ്. നമ്മളെ കുട്ടീനെ കുട്ടിയായിട്ട് അക്സെപ്റ്റ് ചെയ്താൽ മതി. എങ്ങനെയാണോ ആ കുട്ടീനെ ആ കുട്ടിയായിട്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവന് പാരൻസിനോടും കുറച്ചുകൂടി അറ്റാച്ച്മെൻറ്റ് തോന്നും, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇപ്പം നേരത്തെ പറഞ്ഞൊരു കേസിൽ പിയർ ഗ്രൂപ്പിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരു കാലം വരെ കുട്ടികൾ പാരൻസുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും, എല്ലാ കാര്യവും എന്ന് പറയും, പാരൻസിൻ്റെ കൂടെ പുറത്തു പോവുള്ളൂ, പെർമിഷൻ ഇല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യില്ല. ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഒരു ടീനേജിലൊക്കെ എത്തുമ്പോൾ കുട്ടികൾ പാരൻസിൽ നിന്നും കുറച്ച് നകലും. അത് പാരൻസിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ചിലപ്പോൾ അപ്പോഴായിരിക്കും തിരിച്ചു പറയുന്നത്, ദേഷ്യപ്പെടുന്നത്. ഒരു ഹോർമോണൽ ഭയങ്കര നോർമൽ. ഇപ്പോൾ കൗൺസിലിങ്ങിന് വരുമ്പം ടീനേജിലുള്ള കുട്ടികളെയും കൊണ്ട് വരുന്ന പാരൻസിൻ്റെ സെയിം എല്ലാവർക്കും ഒരേ കൺസേണാണ്, ദേഷ്യം, വാശി, പറഞ്ഞാൽ അനുസരിക്കായിക,
പഠിക്കാത്ത കാര്യം, ഇതാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഇത് ക്വയറ്റ് നോർമലാണ്, ഭയങ്കര നാച്ചുറലായിട്ട്. കാരണം ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകും നമ്മളുടെ കുട്ടിക്ക് എന്നുള്ളത്. അതായത് എല്ലാം പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന ഒരു കുട്ടി, ഈ അമ്മ പറയുന്നതേ കുട്ടി കേൾക്കുള്ളൂ. പെട്ടെന്നൊരു ദിവസം ഇവൻ കേൾക്കുന്നില്ല, ഇവൻ ഫ്രണ്ട്സിന്റെ കൂടെ പോകണം എന്ന് പറയുന്നു, ഇവൻ പുറത്തു പോകണം, അമ്മയ്ക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുട്ടീൻ്റെ ഒരു ട്രാൻസിഷൻ പീരീഡിനെ ആക്സെപ്റ്റ് ചെയ്ത് അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. പക്ഷെ അത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവരെന്താ വിചാരിക്കണത്, ഇവരുടെ കൺട്രോളിൽ ആ കുട്ടി എല്ലാ കാലവും നിൽക്കണം എന്ന്. അത് നടക്കില്ലല്ലോ, ഒരിക്കലും നടക്കില്ല. ആ കുട്ടീൻ്റെതായിട്ടുള്ള സോഷ്യൽ എൻവയോൺമെൻറ്റ് എക്സ്പ്ലോർ ചെയ്യണം. അവൻ അതിൽ നിന്നും പഠിക്കാനില്ല. അല്ലാണ്ട് ഏത് കാലവും നമുക്ക് ഫാമിലി എന്ന് പറയുന്നൊരു സെറ്റിങ്ങിൽ മാത്രം നിൽക്കാൻ പറ്റില്ല. അതിലൂടെ അവനൊന്നും പഠിക്കുന്നുമില്ല. അവൻ കൂടുതൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് അവൻ്റെ സോഷ്യൽ സർക്കിൾ വലുതാക്കി കൊണ്ടുവരുമ്പോഴാണല്ലോ ഡെവലപ്മെൻറ്റ്, ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റ് ക്ലിയർ ആവുന്നത്. അപ്പം ആ പിയറിൻ്റെ അടുത്തുനിന്ന് പല അമ്മമാരും പറയും, ഞങ്ങൾ ഇവരെ തെറ്റിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്, ഫ്രണ്ട്സിനെ തമ്മിൽ തെറ്റിക്കാൻ നോക്കി, ഫ്രണ്ട്സാണ് വഷളാക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, അവൻ്റെ കംഫേർട്ട് സോണിൽ നിന്നും അവൻ എന്ത് ചെയ്യുക, നമ്മൾ പിടിച്ചു മാറ്റി. ശരിയാണ്, മോശം കൂട്ടുകെട്ടാണ് നമുക്ക് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവനെ അതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണം, അവളെ അതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണം. അല്ലാത്ത പക്ഷം നമ്മളുടെ ഫ്രണ്ട്സിനോട് കുറച്ച് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളുടെ കുട്ടി അത്ര മോശക്കാരനാവുന്നില്ല. അത് ഇല്ലാതിരിക്കുമ്പം അതുണ്ടല്ലോ. ഇപ്പം ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്ന കാറ്റഗറി ആണെങ്കിൽ നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അധികം ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാത്ത കുട്ടികളുണ്ടാകും, അത് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതിനെ അങ്ങനെ കാണാം. അല്ലാണ്ട് മിങ്കിൾ ആവുന്ന കുട്ടികളെ നമ്മൾ ഇതിൽ നിന്നും പറിച്ച് നമ്മളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പം കുട്ടികൾ അത് കൂടുതൽ എന്താവുക ചെയ്യുന്നത്, വയലന്റ് ആവും. ഓരോ കുട്ടികൾക്കും അവരുടേതായ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, അവരുടെ ഒരു സ്വഭാവം ഇന്നേറ്റ് ആയിട്ട് തന്നെ കിട്ടിയതായിട്ടുണ്ടായിരിക്കും, നാച്ചുറൽ ആയിട്ട്. അപ്പോൾ ഇതിലിപ്പം ചില വീടുകളിലെ രക്ഷിതാക്കളൊക്കെ പറയാറുണ്ട്, എൻ്റെ മകന് വീട്ടിലേതെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ, അതിഥികൾ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് മിണ്ടാറില്ല, വീട്ടിൽ വാതിലടച്ചിരിക്കാന്നൊക്കെ പറയും. അത്തരം സന്ദർഭങ്ങളിൽ ഇവരെ പഴി പറയാറുണ്ട്. ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ ഈ കുട്ടീൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ കുട്ടീനെ വളർത്തിയിട്ടുള്ളത് പുറത്തൊന്നും വിടാതെ മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാതെ, അങ്ങനെ ഉണ്ടല്ലോ. ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിടില്ല, കുട്ടികളുടെ കൂടെ കളിക്കാൻ വിടില്ല, ചളിയിൽ കളിക്കാൻ വിടില്ല, മണ്ണിൽ കളിക്കാൻ വിടില്ല. നമ്മളെ കുട്ടീനെ വീട്ടിൻ്റെ ഉള്ളിൽ മാത്രം ഇട്ട് വളർത്തും. നമ്മളുമായിട്ട് മാത്രമേ ഈ കുട്ടിക്ക് എന്തുള്ളൂ, കോണ്ടാക്ട് ഉള്ളൂ. അപ്പോൾ ഈ കുട്ടി സ്വാഭാവികമായിട്ടും നമ്മളുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡും ആയിരിക്കും. അവന് പുറത്തുനിന്ന് ഒരാൾ വരുമ്പം ഇപ്പം സെലക്റ്റീവ് മ്യൂട്ടിസം എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. അതായത് വീട്ടിലൊക്കെ നന്നായിട്ട് ചിലപ്പോൾ വർത്താനം പറയും, പുറത്തിറങ്ങി സംസാരിക്കാൻ പേടിയായിരിക്കും. എന്തോ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ അതിൻ്റെ പിറകിലുണ്ടാവും, ആരോ എന്തോ പറഞ്ഞതിൻ്റെ ബേസിലൊക്കെ വരുന്ന. അതുപോലെ തന്നെ കുട്ടികൾ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട് ഒക്കെ ഉണ്ട്. അതായത് നന്നായി സംസാരിക്കുന്നവരുണ്ട്, അത് അവരുടെ പേഴ്സണാലിറ്റിയാണ്. ഇൻട്രോവേർട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻട്രോവേർട്ടിനെ എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടാണ് പറയുക, അവൻ ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന ഒരാളുടെ പേഴ്സണാലിറ്റിയാണ്, അതിനെ അങ്ങനെ കണ്ടാൽ മതി എന്ന് ചിന്തിക്കാൻ മാത്രമുള്ളതിലേക്ക് നമ്മൾ പോയിട്ടില്ല. നമ്മൾ ഭയങ്കര ഇതൊക്കെ പറയുമെങ്കിൽ കൂടി. അപ്പം അതുകൊണ്ടായിരിക്കും മേ ബി ആ കുട്ടി സംസാരിക്കാത്തത്. പിന്നെ ഒരു കാര്യം, സോഷ്യലൈസേഷൻ്റെ കുറവുണ്ടാവും. ചില കുട്ടികളിൽ അങ്ങനെ ഒരു പ്രശ്നം കാണാറുണ്ട്. ഇപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ സോഷ്യലൈസേഷൻ കുറവാണ്. നമ്മൾ ചോദിക്കാറുണ്ട്, കുട്ടികൾ നന്നായിട്ട് മറ്റു കുട്ടികളുടെ കൂടെ കളിക്കുമോ, ആളുകൾ വരുമ്പോഴും അല്ലെങ്കിൽ അവർ നന്നായിട്ട് സോഷ്യലൈസ് ചെയ്യുമോ. അപ്പോൾ നന്നായിട്ട് മിണ്ടും, നന്നായിട്ട് സംസാരിക്കും. ചില ആളുകൾ അത് ഉണ്ടാവില്ല. അപ്പം അവർക്ക് സോഷ്യൽ സ്കിൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം അതിന് അങ്ങനെ നമ്മുടെ കുട്ടിക്ക് ഒരു പ്രശ്നം തോന്നുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു കൗൺസിലറിനെയോ സമീപിക്കുക എന്നുള്ളത്. പക്ഷെ അതൊക്കെയും ഞാൻ മനസ്സിലാക്കുന്ന ഈ ഡിജിറ്റൽ വേൾഡ് വന്ന് അതിൽ കൂടുതൽ കണക്റ്റഡ് ആയതിനു ശേഷമാണ് അങ്ങനെ വന്നിട്ടുള്ള കൂടുതൽ കുട്ടികൾ. നമുക്ക് അങ്ങനെ ഒരു ജനറലൈസ് ചെയ്തിട്ടുള്ള അഭിപ്രായത്തിലേക്ക് എത്താനൊന്നും പറ്റില്ല, കാരണം അങ്ങനത്തെ സ്റ്റഡീസ് ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റും, കുട്ടികൾ ഒരു ഡിജിറ്റൽ വേൾഡിലാകുന്ന സമയത്ത് അവരുടേതായിട്ടുള്ളൊരു ലോകത്താണ്. സ്വാഭാവികമായിട്ടും ഒരു സാമൂഹ്യ ജീവിയായ മനുഷ്യന്മാരോട് വർത്താനം പറയാണ്ട് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഓൺലൈനിൽ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അവരൊരു മനുഷ്യനുമായിട്ട് അറ്റാച്ച്ഡ് അല്ലാണ്ട് ജീവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു ഫിസിക്കൽ കോൺവെർസേഷൻ നടക്കുന്നുണ്ടാവില്ല, നമ്മൾ ആ കാണുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പുറത്തൊരു മനുഷ്യനുണ്ട്, അവരോട് ചാറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഗെയിമൊക്കെ പറഞ്ഞ പോലെ എന്താ അവർക്ക് ഫീൽ ചെയ്യുന്ന, അവരോട് നടക്കുന്നുണ്ട്. അപ്പൊ അതവർക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഈ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ കാണാത്ത കോൺവെർസേഷൻസ് എന്ന് പറയുന്നത് ചിലപ്പം കുട്ടിയുടെ ഡെവലപ്മെന്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യത ഉള്ളതാണ്. അത് അങ്ങനെ ഒരു സോഷ്യലൈസേഷൻ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ പണ്ട് കുട്ടികളെ എത്രത്തോളം ഒരു സൊസൈറ്റിയിലേക്ക് ഇറക്കി വിടുന്നു, പരിപാടികൾക്ക് കൊണ്ടുപോകണു, കുട്ടികളെ എല്ലാത്തിനും കൊണ്ടുപോകണു, കുട്ടികളെയും കൊണ്ടിട്ട് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചും കൂടി കുട്ടികൾ കുറച്ചുകൂടി സോഷ്യലൈസ് ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് സ്വസൈറ്റ് ഒരു കല്യാണ വീട്ടിൽ പോകാനോ അതിനുപോലെ ഇഷ്ടമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതും ചിലപ്പോൾ നമ്മുടെ സൊസൈറ്റി ബിൽഡ് ചെയ്തതിൻ്റെ ഭാഗമാണ്. കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ സൊസൈറ്റി ചിന്തിക്കുന്ന കാര്യങ്ങൾ ചോദിക്കാനേ സമയമുള്ളൂ.
ഇപ്പൊ കല്യാണം കഴിയാത്ത ഒരു കുട്ടീനോട് നമ്മൾ എന്താ ചോദിക്കുക? കല്യാണം കഴിഞ്ഞോ? ആ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ അവരോട് എന്താ ചോദിക്കുക? കുട്ടിയായോ? ഇനി പഠിച്ചു കഴിഞ്ഞൊരു കുട്ടീനോട് നമ്മൾ എന്താ ചോദിക്കുക? ജോലിയായോ? അപ്പോൾ സ്വാഭാവികമായിട്ട് സൊസൈറ്റി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സാധനത്തിൽ ജീവിക്കാൻ കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇത് നിരന്തരം കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആർക്കാ ഇഷ്ടം ഉണ്ടാവുക? അവരവരുടേതായിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴേ. അപ്പൊ അതുകൊണ്ട് ചിലപ്പം അതും ഉണ്ടാവാം. ഓക്കെ, നമുക്ക് സംഭാഷണം നിർത്താം. ഞാൻ തുടങ്ങിയ അവിടത്തേക്ക് തന്നെ വരികയാണ്. നമ്മുടെ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് രക്ഷിതാക്കൾ അത്രയും ആദ്യമുണ്ട്. അപ്പോൾ ഡിജിറ്റൽ വേൾഡിലാണ് കുട്ടികളൊക്കെ ഉള്ളത്. ഈ സംസ്കാരം യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് ദോഷകരമാണോ? അങ്ങനെ ആണ് എങ്കിൽ പിന്നെ അവരവരുടെ കുട്ടികളെ ഇതിൽ നിന്നും എങ്ങനെ തടയാം എന്നുള്ള കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് അതിന്റെ മൊത്തത്തിൽ നെഗറ്റീവ് ആക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെയും ഞാൻ അതിങ്ങനെ തന്നെയാണ് പറയണത്. ഇതൊരു ദോഷം നെഗറ്റീവ് എന്നും നമുക്ക് പറയാം. ഇത് മൊത്തത്തിൽ ഒരു ജനറലൈസ് ചെയ്തൊരു അഭിപ്രായത്തിലേക്ക് എത്താൻ പറ്റില്ല. ഓരോ ആളുകളെ സംബന്ധിച്ച് ഇരിക്കും എങ്ങനെ അവരെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പം ഞാനൊക്കെ അത് ബിഞ്ച് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റിയാലിറ്റീൻ്റെ അപ്പുറത്തേക്കുള്ളൊരു, അതായത് റിയാലിറ്റി അല്ല, ഇതിൽ അഭിനയിക്കുന്നവരാണ്. ഇത് ചിലപ്പോൾ ജീവിതം ഇങ്ങനെ ആകാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും എന്നല്ലാതെ ഇത് റിയൽ ലൈഫിൽ ചിലപ്പം പ്രാക്ടിക്കലി പോസിബിൾ ആയിക്കൊള്ളണം എന്നില്ല എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. അത് ഞാൻ എൻ്റെ ബ്രെയിനൊക്കെ ഡെവലപ്പായി കഴിഞ്ഞ സ്റ്റേജിൽ ഇരുന്ന് കാണുന്ന ഒരാളാണ്. ഇത് ബ്രെയിൻ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം മെച്ചുവേർഡ് അല്ലാണ്ട് കാര്യങ്ങളെ പറ്റി അത്രത്തോളം തെറ്റും ശരിയും ഒന്നും വിവേചിച്ചറിയാൻ പറ്റാത്തൊരു കുട്ടി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവന് അല്ലെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം ഇത് റിയാലിറ്റി ഫിക്ഷൻ എന്നുള്ള സാധനം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു വീട്ടിൽ കുറച്ചൊരു ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി കുട്ടികളുടെ കൂടെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഇരുന്ന് സംസാരിക്കാനുള്ള ടൈം വീട്ടുകാരുണ്ടാക്കണം. ഇപ്പോൾ ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാം കൊണ്ട് ഒരു റീലുണ്ട്. ഒരു കൊറിയൻ ഫാമിലി, ഇവർ ജോലി കഴിഞ്ഞ് വരുന്നു. അപ്പം അമ്മ ജോലി കഴിഞ്ഞ് വരുന്നു, കുട്ടി സ്കൂളിൽ നിന്ന് വരുന്നു. അപ്പം ഇവർ ഡൈനിങ് ടേബിളിൽ ഒരു കൊട്ട ഉണ്ട്. അപ്പോൾ ഈ കൊട്ടയിൽ എന്ത് ചെയ്യാണ്? അച്ഛൻ്റെ ഫോൺ വെക്കുന്നു, അമ്മയുടെ ഫോൺ വെക്കുന്നു. കുട്ടിക്ക് ഫോണില്ല, കുട്ടി ചെറിയ കുട്ടിയാണ്. അപ്പം അമ്മ എന്ത് ചെയ്യുന്നു? കിച്ചണിലേക്ക് പോകുന്നു. അപ്പം അമ്മ കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ വർക്ക് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ബുക്ക് തുറന്നിട്ട് സ്കൂളിൽ നിന്നുള്ള വർക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അച്ഛൻ റൂമിൽ പോകുന്നു, ഡ്രസ്സൊക്കെ മാറ്റി വരുന്നു, കിച്ചണിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? അമ്മേനെ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നു. അയാൾ അടിച്ചൊക്കെ വരുന്നു. ഇവർ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതെന്ത് ചെയ്യുന്നു? ഡൈനിങ് ടേബിളിൽ കൊണ്ടുവെക്കുന്നു. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തു കേട്ടോ, അടിപൊളി എന്ന് പറയുന്നു. അപ്പം അമ്മ നോക്കുന്നു, വെരി ഗുഡ്, അടിപൊളി എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞ് റിവാർഡ് കൊടുക്കുന്ന ഒരു സാധനം കുട്ടികൾക്കുണ്ട്. ഈ റിവാർഡ് കുട്ടികൾക്ക് എത്രത്തോളം കിട്ടുന്നുണ്ട് വീടുകളിൽ നിന്നറിയില്ല. നമ്മൾ കുട്ടികളെ അരുത് എപ്പോഴും ശീലിപ്പിക്കുക. എന്ത് ചെയ്യണം എന്നുള്ളതിനേക്കാളും കൂടുതൽ എന്ത് ചെയ്യരുത് എന്ന് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഈ നെഗറ്റീവ് സാധനമാണ് എപ്പോഴും തലയിൽ കിടക്കുക. അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത്? അവർ അടിപൊളി വരുന്നു, റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നു. എന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? കുറച്ച് സമയം അവരുടെ ഫോണിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു ഫാമിലി പിക്ചർ എന്താ? അമ്മേനെ സഹായിക്കുന്ന അച്ഛൻ എന്നുള്ള സാധനം തന്നെ കോൺസെപ്റ്റ് തന്നെ ശരിയാണോ അറിയില്ല പുതിയ കാലഘട്ടത്തിൽ. ഒന്നിച്ച് അവർ ഒരു വീട് നോക്കുന്നു, അവർ കുക്ക് ചെയ്യുന്നു, അവരത് കൊണ്ടുവെക്കുന്നു, അവരൊന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ അവർ നന്നായി സംസാരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ആ ഒരു ഫാമിലി ക്വാളിറ്റി ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്? ഫോൺ എടുക്കുന്നുണ്ട്, കാര്യങ്ങൾ നോക്കുന്നുണ്ട്, കുട്ടീൻ്റെ കാര്യം നോക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മളുടെ ഒരു ഫാമിലിയും കൂടി ഇതിലേക്ക് ഇൻവോൾവ് ആവേണ്ടതുണ്ട്. അല്ലാണ്ട് കുട്ടീനെ മാത്രം നമുക്ക് ഫോൺ മാറ്റി വെച്ചിട്ട് കുട്ടീനെ നന്നാക്കാം എന്നുള്ളൊരു സാധനം, അങ്ങനത്തെ ഒരു പദ്ധതി ഒന്നുമായിട്ട് വരുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് കൂടുതൽ സമയം കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ക്വാളിറ്റി വൈസ് സ്പെൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുട്ടികൾ നമ്മളുമായിട്ട് നല്ല അറ്റാച്ച്ഡ് ആകും. അവർക്ക് അതിനുള്ള എപ്പോഴും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അറ്റാച്ച്മെൻറ്റാണ്. നമ്മളെന്നാ ഈ അടുത്ത് വൈറലായ സാധനം കണ്ടല്ലോ, ഒരു പാവ പഞ്ച് എന്ന് പറയുന്ന കുരങ്ങൻ, ആ പാവനെയും വിടും. അറ്റാച്ച്മെന്റ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. ഈ പ്രകടിപ്പിക്കാണ്ട് എങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവും നമ്മൾ അവരെ സ്നേഹിക്കുകയാണെന്ന്? നമ്മൾ ചീത്ത പറയുക ഇതാകുക. അപ്പോൾ കുട്ടികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ എന്താ പറയുക? അച്ഛൻ ഓഫീസ് വിട്ട് വന്നാൽ ഫോണിലിരിക്കും, അമ്മ അടുക്കളയിലായിരിക്കും, എന്നോട് പഠിക്കാൻ പറയും, അമ്മൂമ്മ സീരിയൽ കാണും. അപ്പോൾ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക എന്ന് പറയുന്നൊരു പണിയായി മാറി. അപ്പോൾ അതിലും ഭേദം നമ്മൾ അവരുടെ കൂടെ കുറച്ച് സ്പെൻഡ് ചെയ്ത് കുട്ടീനെ കുറച്ചും കൂടി റിയാലിറ്റി മനസ്സിലാക്കി കൊടുത്ത് അവന് കുറച്ചും കൂടി അവൻ എന്താണ് ഒരു സെൽഫ് അവെയർനെസ് ട്രെയിനിങ് കൊടുക്കുക, ഒരു സോഷ്യൽ സ്കിൽ ട്രെയിനിങ് കൊടുക്കുക. ആവശ്യമാണെങ്കിൽ നമ്മുടെ കുട്ടീനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ, എല്ലാ പാരൻസും പെർഫെക്റ്റ് ഒന്നുമല്ല, മനുഷ്യന്മാരാണ്, തെറ്റ് സംഭവിക്കും, ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ടൊരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു പാരൻ്റൽ കോച്ചിങ്ങോ ട്രെയിനിങ്ങോ ഒക്കെ എടുക്കുന്നത് ബെറ്ററായി. ഇപ്പം അതൊക്കെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇനി കൊറിയൻ കൾച്ചറിനെ പറ്റി നമ്മളുടെ ടോക്ക് ആയതുകൊണ്ട് മൊത്തത്തിൽ ഒരു സാധനവും ഒരാളെ എഫക്ട് ചെയ്തില്ല. ഇപ്പം നമ്മൾ പറയുമല്ലോ, വയലൻസ് സിനിമ വന്നപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു
സിനിമേനെ സിനിമയായിട്ട് കണ്ടാൽ പോരെ, സിനിമേനെ സിനിമയായിട്ട് കണ്ടാൽ മതി. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് നമ്മളെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വിനോദോപാധികളെ മൊത്തം നമുക്ക് അത്ര ലാഘവത്തോടെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ കുട്ടികൾക്ക് ഇതിന്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാക്കി കൊടുക്കുക. അതായത് ഇപ്പൊ ഇത് കാണുമ്പോൾ ഇതൊരു വിനോദത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്, അത് എപ്പോഴും കാണാം. അപ്പൊ അത് ബിഞ്ച് വാച്ച് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക, ഒരു 2 എപ്പിസോഡൊക്കെ കാണുക, പിന്നെ ഒരു ഗ്യാപ്പ് എടുക്കുക. അങ്ങനെയാണ് ഇവർ ഇറക്കുന്നതും. 2 എപ്പിസോഡ്. പക്ഷെ നമ്മളിത് ഫുള്ള് ഇറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക, മൊത്തത്തിൽ ഇരുന്നിട്ടാ കാണുക. അതിന് പകരം അപ്പത്തേക്കും നമ്മൾ ഈ റിയാലിറ്റി എന്താന്ന് നമ്മളൊന്ന് അതുമായിട്ടൊന്ന് റെഡിയാവും. പിന്നെ അടുത്ത എപ്പിസോഡ് കാണുക, അങ്ങനെ ഒരു രീതിയിലേക്ക്. അപ്പൊ ഇത് ഒന്നിച്ചിരുന്ന് കാണുന്ന മെത്തേഡിലേക്ക് പോവാൻ നമുക്ക്. അപ്പൊ നമ്മളുടെ ഫാമിലി കുറച്ചുകൂടി ഓപ്പൺ ആണെന്ന് തോന്നുമ്പോൾ കുട്ടിക്ക് എന്ത് വിഷയങ്ങളും നമ്മുടെ കൂടെ ഇരുന്ന് കാണാൻ തോന്നും. മറ്റേത് ഇത് എങ്ങനെയാണ് പാരൻസിന്റെ കൂടെ ഇരുന്ന് കാണുക എന്നുള്ളൊരു സാധനത്തിലേക്ക് കുട്ടി എത്തുമ്പോഴാണ്. അപ്പൊ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു കുടുംബാന്തരീക്ഷമൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് കുട്ടികളുടെ വലിയൊരു ബിഹേവിയറൽ കൺസേൺസിന്റെ അവസാനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം.